ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഉള്ളുലഞ്ഞ ഒരു നാട്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 290 DNA പരിശോധന നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ 50-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. 200-ലധികം പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഇതിൽ തന്നെ 12 പേരുടെ നില ഗുരുതരമാണ്. അലേർട്ട് വന്നു, പക്ഷേ ഇവിടെയാണ് എന്നുള്ളത് ഒരു 5-10 മിനിറ്റ് ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം സെറ്റായി. നോൺ ക്ലിനിക്കൽ റെസിഡൻസിയുള്ള ആൾക്കാർ ക്ലിനിക്കലിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. പിന്നെ വേറെ സ്റ്റാഫുകൾ പുറത്തുനിന്ന് വന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ ഹോസ്പിറ്റലുകളും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ. സ്റ്റുഡൻസിൽ തന്നെ പലരും മിസ്സിംഗ് ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ മിസ്സിംഗ് ആണ്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റണില്ല. ഇനിയിപ്പോൾ അവരുടെ ഫോൺ മിസ്സിംഗ് ആണോ ഇതിൽ മിസ്സിംഗ് ആണോ എന്നറിയില്ല. അതുപോലെ മിസ്സിംഗ് ആയ ആൾക്കാരുടെ പാരൻസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ DNA മാച്ചിങ് നടത്തിയിട്ട് ഇനി അതിലുണ്ടോ എന്ന്. PG ചെയ്യണ ആൾക്കാരിൽ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് PESR വരെയാണെങ്കിൽ ഒരു 60 പേര് പഠിക്കുന്നുണ്ട് ഏകദേശം, മലയാളികൾ. അപകട മേഖലയിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. അപകടത്തിനിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണത്തിനാണ് സാധ്യത. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഏജൻസികളും വിമാന അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്നു. എയർ ഇന്ത്യ CEO അഹമ്മദാബാദിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. Sir, what about the black box, sir? What went wrong? Any information from the black box? No bites. ഇന്ന് അപകട മേഖലയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. ഹോസ്റ്റലിലുണ്ടായിരുന്നവരും നാട്ടുകാരും ഉൾപ്പെടെ പലരെയും ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 15 किलोमीटर का धुआं देखा तो सबके फ़ोन आना जाना चालू हो गया कि क्या हुआ है, बड़ी दुर्घटना हुई है. तब ऐसा हुआ कि भाई ऐसा मैसेज मिला कि प्लेन क्रैश हुआ है. फिर मैंने कंफर्म किया, तब बॉडी निकाली जा रही थी सब. और यहाँ से जो दीवारें तोड़कर फायर वाले हैं वो 108 को बाहर निकाल रहे थे. सब बॉडियाँ निकल रही थी सिर्फ, कोई जिंदा नहीं निकल रहा था. ശ്രീനാഥ് ചന്ദ്രൻ അപകട മേഖലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, സാങ്കേതിക വിദഗ്ധരുടെ പരിശോധന, പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നു. ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം വേണം എന്നത് സംബന്ധിച്ച് ഉന്നതതല യോഗം നടക്കുന്നു. എന്താണ് ഇന്ന് അപകട മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ? അവിടെ ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ പലരെയും കാണാതെ പോയിട്ടുണ്ട്. അവരെവിടെയെന്നറിയില്ല. ചികിത്സയിൽ 200-ലധികം ആളുകളുണ്ട്. അതിൽ തന്നെ 10-12 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. ഒരു പക്ഷേ ഇനിയും ശ്രദ്ധ ചെലുത്തേണ്ടത് അവർക്കെന്തു പറ്റി, അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നതിനെ പറ്റിയാണല്ലോ, അല്ലേ? തീർച്ചയായും. ഏതായാലും ഞാനിപ്പോൾ ഈ അപകടം നടന്ന ദുരന്തഭൂമിയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സിവിൽ ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ ഈ ദുരന്തഭൂമിയിൽ ഇപ്പോൾ എയർ ഇന്ത്യയുടെയും മറ്റും ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നുണ്ട്. അത് ഈ ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള, അതായത് രണ്ടാമത്തെ ഈ വോയിസ് റെക്കോർഡർ അടക്കമുള്ള സംവിധാനങ്ങളുള്ള ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ ഈ മേഖലയിൽ ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ദുരന്തഭൂമിയിൽ NDRFിൻ്റെയും മറ്റും സഹായത്തോടെയാണ് തെരച്ചിൽ മുന്നോട്ട് പുരോഗമിക്കുന്നത്. അതിനിടെ ഇന്നിപ്പോൾ രാവിലെ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയത് ഇവിടെ നിന്ന് കണ്ടെത്തി. പിന്നീട് അത് സിവിൽ ആശുപത്രിയിലേക്ക് ആ മൃതദേഹം മാറ്റിയിട്ടുമുണ്ട്. അത് കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു ആ മൃതദേഹം ഉണ്ടായിരുന്നത്.
വരുന്നതും. അതുകൊണ്ട് ഇന്നലെ നമ്മൾ ഇനി ആരെയെങ്കിലും കണ്ടെത്താൻ ഉണ്ടാകില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഈ രക്ഷാദൗത്യം ഇന്നലെ നിർത്തിവെച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയത്. അതിപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ന് രാവിലെ ഏതാണ്ട് 7 മണിക്ക് ശേഷം തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങിയിരുന്നു. രാവിലെ ഏതാണ്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും ഒരു 15 മൃതദേഹമെങ്കിലും കൈമാറി നൽകിയിട്ടുണ്ട്. അതിലൊരു മൃതദേഹം ഗോളിയോറിലേക്കാണ്, മധ്യപ്രദേശിലേക്കാണ് പോയിട്ടുള്ളത്. മറ്റെല്ലാം തന്നെ സംസ്ഥാനത്തിനകത്ത് തന്നെ ഭാവ്നഗർ, അഹമ്മദാബാദിലെ പല ഇടങ്ങളിലേക്കൊക്കെ തന്നെ കൊണ്ടുപോയി എന്നതാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ കൊടുത്തുവിടുന്നു. ഇനി അതിന് കഴിയാത്ത മൃതദേഹങ്ങളിലാണ് ഈ DNA പരിശോധന നടത്തേണ്ടി വരിക. അതൊരു വലിയ നടപടിക്രമം തന്നെയാണ്. കാരണം ഇത്രയധികം മൃതദേഹങ്ങളിൽ DNA പരിശോധന നടത്തേണ്ടി വരും. ഭൂരിഭാഗം മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് ബന്ധുക്കൾ എത്തി അവരുടെ സാമ്പിളുകൾ തമ്മിൽ മാച്ച് ചെയ്ത് നോക്കിയാണ് അത് വിട്ടു നൽകുകയും ചെയ്യുക. കേരളത്തിൽ നിന്നുള്ള ആളുടെ അടക്കം കാര്യത്തിൽ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു നടപടിക്രമവും. പ്രധാനമന്ത്രി ഏതായാലും ഇന്ന് രാവിലെ 8 മണിയോടെ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം എത്തിയത് 9 മണിയോടെയാണ്. നേരെ വിമാനത്താവളത്തിൽ നിന്ന് നേരെ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തി. ഇവിടെ ഏതാണ്ട് ഒരു 15 മിനിറ്റിൽ അധിക സമയം അദ്ദേഹം ചെലവഴിച്ചില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഈ ദുരന്ത ഭൂമിയിൽ പൂർത്തിയാക്കി. അതിനുശേഷം പിന്നീട് സിവിൽ ആശുപത്രിയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. സിവിൽ ആശുപത്രിയിലേക്കുള്ള യാത്രയിലൊക്കെ തന്നെ മന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, കേന്ദ്ര ജലമന്ത്രി CR പാട്ടീൽ, സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വി അടക്കമുള്ളവരൊക്കെ തന്നെ, വ്യോമയാന മന്ത്രി അടക്കമുള്ളവരൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സിവിൽ ആശുപത്രിയിലും അധിക സമയം അദ്ദേഹത്തിൻ്റെ സന്ദർശനം നീണ്ടില്ല. അവിടെ പരിക്കേറ്റ ആളുകളെ അദ്ദേഹം നേരിട്ട് കണ്ടു. അതിൽ തന്നെ ഇന്നലത്തെ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട, വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ രക്ഷപ്പെട്ട ഒരേ ഒരാൾ വിശ്വാസ് കുമാർ, രമേശ് വിശ്വാസ് കുമാർ എന്നയാളെ പ്രധാനമന്ത്രി എത്തി ആശ്വസിപ്പിക്കുന്നതും ഒക്കെ പിന്നീട് നമ്മൾ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. രമേശ് അടക്കമുള്ള ചില ആളുകളെയൊക്കെ പ്രധാനമന്ത്രി പരിക്കേറ്റ് കിടക്കുന്നവരെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി ശ്രദ്ധിച്ചു. അതിനുശേഷം അവിടെ നിന്നും അധിക സമയം അവിടെ ചെലവഴിക്കാതെ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ തൻ്റെ സന്ദർശനം അവിടെ പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങുകയും ചെയ്തു. ഈ മന്ത്രിതല സംഘം അദ്ദേഹത്തോടൊപ്പം ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഒരു ഹൈ ലെവൽ കമ്മിറ്റി യോഗം നടന്നതും. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അവരുടെ CEO തന്നെ നേരിട്ട് ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തി. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വഴിയിലൂടെയാണ് അദ്ദേഹം കാൽനടയായി നടന്നു വന്നത്. ദൂരെ വാഹനം പാർക്ക് ചെയ്ത് ഒരു VVIP പോലെ അല്ല, അദ്ദേഹം കാൽനടയായി ഇവിടേക്ക് നടന്നു വന്ന് ഉള്ളിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിലാണ് ക്യാമ്പൽ വിൽസനോട് ഈ CEOയോട് എന്തെങ്കിലും ഈ കാര്യത്തിൽ പറയാനുണ്ടോ എന്ന തരത്തിലൊരു പ്രതികരണം തേടിയത്. പക്ഷേ അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി എത്തുന്നതിന് 1 മണിക്കൂർ മുൻപായിരുന്നു അദ്ദേഹം ഇവിടേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും ഉന്നതതല യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടോ എന്നത് അറിയില്ല. ഏതായാലും ഇന്നലെ തന്നെ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഇന്നും എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധനകൾ മറ്റും നടത്തുന്നുണ്ട്. DGCയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കൻ സംഘം കൂടി ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു സംഘത്തെ അയച്ചിട്ടുണ്ട്. അവരും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും. അവരും ഇന്ത്യയിൽ ഇന്ന് തന്നെ എത്തുന്നുണ്ട്. അവർ കൂടി ഈ സംഘത്തിന്റെ ഭാഗമായി ഒരു വിപുലമായ ഒരു അന്വേഷണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒപ്പം തന്നെ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ഉദ്ദേശം ഇനി ഈ തരത്തിൽ ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതുതായി നൽകേണ്ട ഏതൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം എന്ന കാര്യങ്ങളിലൊക്കെ ഒരു നിർദ്ദേശം നൽകുകയാണ്. അങ്ങനെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി കൂടി ഇനിയിപ്പോൾ രൂപീകൃതമാവും. അവർ കൂടി ഇവിടേക്ക് എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം എത്തിയതാണ്. ബ്രിട്ടീഷ് എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്നലെ നമ്മൾ ഈ മേഖലയിൽ നിൽക്കുമ്പോഴാണ് ഇവിടേക്ക് എത്തിയത്. അവർ ഇവിടെ നിന്നുള്ള ചിത്രങ്ങളും മറ്റും പകർത്തുകയും ഈ പ്രദേശമാകെ തന്നെ നടന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ കോംപ്ലക്സിനകത്ത് ഈ യൂണിവേഴ്സിറ്റി, ഈ മെഡിക്കൽ കോളേജിൻ്റെ ഈ ഹോസ്റ്റലുകളുള്ള ഒരു മേഖലയാണ് ഇത്. ഇവിടെ 5 or 6 കെട്ടിടങ്ങളെങ്കിലും ഉണ്ട്. അതിലൊന്ന് മെസ്സാണ്. അവിടെ ഉച്ചഭക്ഷണ സമയത്ത് കൂടുതൽ ആളുകൾ, അതായത് ഈ ക്യാമ്പസിനകത്തെ ഈ കോമ്പൗണ്ടിനകത്തുള്ള ആളുകൾ മാത്രമല്ല, പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടി ആ സമയത്ത് അങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെ എത്തിയ വിദ്യാർത്ഥികൾ കൂടിയാണ് അപകടത്തിൽ പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി ഇത്ര അധികം വർദ്ധിച്ചതും. വിജയകുമാർ. യെസ്, ശ്രീനാഥ് ഈ അപകട സ്ഥലത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീനാഥ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കോളേജ്, മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ കുട്ടികൾ അവർ ഉച്ചഭക്ഷണം കഴിക്കാൻ വന്ന സമയത്തുണ്ടായ അപകടം, അതിൽ എത്ര ആളുകൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യതയാർന്ന വിവരം ലഭ്യമല്ല എന്നതാണ് ആശങ്കാജനകം. അവരിൽ പലരെയും കാണാനുണ്ട്. അവരെവിടെയെങ്കിലും ചികിത്സയിലുണ്ടോ, അവരുടെ മൊബൈൽ ഫോണൊക്കെ നഷ്ടമായതുകൊണ്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ കഴിയാത്തതാണോ എന്നറിയില്ല.
വിവിധ ഇടങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 200-ലധികം ആളുകൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 12 പേരുടെ നില ഗുരുതരമാണ് എന്നാണ്. പക്ഷേ ചില നാട്ടുകാർ രാവിലെ സംസാരിക്കുമ്പോൾ പറയുന്നത് നാട്ടുകാരിൽ പലരെയും കാണാനില്ല, അവരെപ്പറ്റി വിവരമില്ല എന്നാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തു സംഭവിച്ചു എന്നറിയില്ല. അതുകൊണ്ടാണ് ഈ 290 എന്നതാണ് ഇപ്പോഴത്തെ മരണസംഖ്യ. അത് ഉയരുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നത്, ആശങ്കപ്പെടുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മളുടെ പ്രതിനിധികൾക്ക് ലഭിക്കുന്നത്. അഹമ്മദാബാദ് വിമാന ദുരന്തം നേരിട്ട് വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജും സിവിൽ ആശുപത്രിയും അദ്ദേഹം സന്ദർശിച്ചു. രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേർന്നു. രാവിലെ അഹമ്മദാബാദിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം പോയത് അപകട സ്ഥലത്തേക്ക്. എയർ ഇന്ത്യ CEO, വ്യോമയാന മന്ത്രി, ഗുജറാത്ത് മുഖ്യമന്ത്രി, വിദഗ്ധ സംഘം എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം. ആകാശ ദുരന്തത്തിൽ ബാക്കിയായത് മോദി നടന്നുകണ്ടു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തി ആശ്വസിപ്പിച്ചു. വാർത്ത കേട്ട് രാജ്യം തകർന്നുപോയെന്നായിരുന്നു ദുരന്തസ്ഥലം സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രിയുടെ പ്രതികരണം. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നു. അവർ അവശേഷിച്ചു പോയ ശൂന്യത വർഷങ്ങളോളം പിന്തുടരുമെന്നും മോദി പ്രതികരിച്ചു. അതിനിടെ രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം, തുടർ നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേർന്നു. അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക നിഗമനങ്ങൾ സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. 24 ഡൽഹി. ഒരിക്കൽ കൂടി ഈ ദുരന്ത മേഖലയിൽ നിന്ന് ശ്രീനാഥ് ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇതിൽ പ്രദേശവാസികളെ ചിലരെ കാണാനില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ആ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുറേ ആളുകളെ പറ്റി വിവരങ്ങളില്ല എന്ന് ഡോക്ടർ അവർ നമ്മളോട് സംസാരിച്ച ജൂനിയർ ഡോക്ടേഴ്സ് അടക്കം പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഇവർക്ക് എന്തു പറ്റി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. ഒരുപക്ഷെ മറ്റേതെങ്കിലുമൊക്കെ ആശുപത്രിയിൽ അവർ ചികിത്സയിലായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ അപ്പോഴും അവരെവിടെ എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ പോലീസിന് ആ വിവരങ്ങൾ കിട്ടുമായിരിക്കും വൈകാതെ, അല്ലേ? തീർച്ചയായും. കാരണം 45 പേരാണ് ഇപ്പോൾ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ ഡോക്ടർമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. മാത്രമല്ല ഈ ക്യാൻറ്റീനിൽ, ഈ മെസ്സ് പ്രവർത്തിച്ച ഇടത്ത് ജോലി ചെയ്ത തൊഴിലാളികളുണ്ട്. അങ്ങനെ ചിലർ കൂടിയുണ്ട്. അങ്ങനെയാണ് ആകെ 45 പേർ ചികിത്സയിലുള്ളത്. പക്ഷേ മരണസംഖ്യ അത് വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഭൂരിഭാഗവും ഇപ്പോഴും ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയുമുണ്ട്. അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ, കാണാതായ ആളുകൾക്ക് എന്തു പറ്റി എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ നൽകാൻ കഴിയാത്തത്. ആശുപത്രിയിൽ ചികിത്സയിൽ ഇല്ലാതിരിക്കുകയും കാണാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തു പറ്റി എന്നുള്ള ചോദ്യമാണ്. അതിനിപ്പോൾ ഈ DNA പരിശോധന ഫലമൊക്കെ വന്നതിന് ശേഷം ബന്ധുക്കൾക്ക് കൃത്യമായി മൃതദേഹങ്ങൾ വിട്ടു നൽകിയതിന് ശേഷം മാത്രമേ ആ കാര്യത്തിലൊരു വ്യക്തത ഈ ഘട്ടത്തിൽ വരൂ. 25 വിദ്യാർത്ഥികളുടെ കാര്യത്തിലെങ്കിലും സഹപാഠികൾക്കൊക്കെ തന്നെ സംശയമുണ്ട്. നേരത്തെ എലിസബത്തുമായി, കേരളത്തിൽ നിന്നുള്ള PG ഡോക്ടർ എലിസബത്തുമായി നമ്മൾ സംസാരിച്ചതാണ്. എലിസബത്ത് പറയുന്നതും അതാണ്. കൃത്യമായൊരു എണ്ണം ഈ ഘട്ടത്തിൽ അവർക്ക് കാണാതായ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നില്ല. ആശുപത്രിയിൽ ഒരു സമയത്തെ അവസ്ഥ ആ തരത്തിലായിരുന്നു. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ എത്തുന്നു, പലതും കത്തിക്കരിഞ്ഞ അവസ്ഥ, ചിലർ പരിക്കുകളോടെ എത്തുന്നു, അവർക്ക് അടിയന്തര ചികിത്സ നൽകേണ്ടിയിരിക്കുന്നു. എലിസബത്തിന്റെ ഒരു സുഹൃത്ത് പോലും, തമിഴ്നാട് സ്വദേശിയായ ഒരു സുഹൃത്ത് പോലും ഈ അപകടമുണ്ടായ സമയത്ത് ആ മെസ്സുള്ള കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് താഴേക്ക് ജീവനും എടുത്ത് ചാടി എന്നതാണ് അവർ പറയുന്നത്. അങ്ങനെ വീണ് പരിക്കേറ്റിട്ടുള്ള ആളുകളുണ്ട്. ആ വീഴ്ചയിൽ സാരമായ പരിക്കുകൾ പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതുകൊണ്ട് എത്ര പേരെ ഈ കാണാതായ ആളുകളിൽ എത്ര പേർക്ക് എന്തു പറ്റി എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തത ഇപ്പോൾ ആശുപത്രിയിൽ നേരിട്ട് പോയി അന്വേഷിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു ക്രോഡീകരണം ഒക്കെ വരണമെങ്കിൽ ഇനിയിപ്പോൾ മൃതദേഹങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴേ ഉണ്ടാകൂ എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ അപകടത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിന് ശേഷമുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകുകയും അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും
ഒക്കെയാണ്. അതോടൊപ്പം തന്നെ അപകടമുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണവും ഇനി ഒരിക്കൽ കൂടി ഈ തരത്തിലൊരു അപകടം നമ്മുടെ രാജ്യത്തല്ല ഈ ലോകത്ത് തന്നെ അങ്ങനെ ഒരു അപകടം ഇനി ഉണ്ടാവാതിരിക്കാനുള്ള കരുതൽ എവിടെയെങ്കിലും പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ അത് കർശനമായി തിരുത്തേണ്ടതുണ്ട്. അതിന് ഈ അന്വേഷണം തന്നെയാണ് നിർണായകമാവുക. ഈ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ തന്നെയാണ് നിർണായകമാവുക. ഏതായാലും ഈ വിമാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുണ്ട് എന്ന കാര്യമൊന്നും തന്നെ വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങോ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന രാജ്യമായ അമേരിക്കയോ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ സമ്മതിക്കുന്നില്ല. ദൃശ്യങ്ങൾ മാത്രം നോക്കി ഏതെങ്കിലും ഒരു ജഡ്ജ്മെന്റിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നതാണ് അവരുടെ ഒരു പൊതു നിലപാട്. അതുകൊണ്ട് വിശദമായൊരു അന്വേഷണം നടന്ന് ഈ ബ്ലാക്ക് ബോക്സിൽ അടക്കം വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാകൂ. എവിടെയെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ പോകേണ്ടതുണ്ട്. വലിയ വിമാന ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അതാണ് ചരിത്രം. 96-ലെ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടമടക്കം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് ATCയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷനുകൾ വന്ന പിഴവാണ് അന്ന് അങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. അത് ഉണ്ടാവാതിരിക്കാൻ പിന്നീട് കൃത്യമായ സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യയൊക്കെ മെച്ചപ്പെടുത്തി അങ്ങനെയാണ് പിന്നീട് ഒരിക്കൽ കൂടി അങ്ങനെ ഒരു അപകടം ഇല്ലാതിരുന്നത്. പക്ഷേ വലിയൊരു വിമാന ദുരന്തം വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ എവിടെയെങ്കിലും പിഴവ് പറ്റിയെങ്കിൽ അത് തിരുത്തണമെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അവിടെയാണ് അന്വേഷണം പ്രസക്തമാകുന്നത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തോടൊപ്പം തന്നെ വിമാന കമ്പനിയും അന്വേഷണം നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാർ അന്വേഷണത്തോടൊപ്പമാണ് അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും ഒരു സംഘത്തെ ഇങ്ങോട്ട് അയച്ച് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാവുന്നത്. വിജയകുമാർ. യെസ്, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബോയിങ് കമ്പനിക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങളോടൊന്നും അവർ പ്രതികരിക്കുന്നതേയില്ല, അവർ മറുപടി പറയുന്നതേയില്ല. നിരവധി വിഷയങ്ങൾ വിദഗ്ധർ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ ഈ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ സുരക്ഷ, സാങ്കേതിക പോരായ്മകളൊക്കെ സംബന്ധിച്ചുയർന്ന ചോദ്യങ്ങൾ ആ ഘട്ടത്തിൽ കമ്പനി അത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച കമ്പനിയിലെ തന്നെ ജീവനക്കാരെ പിരിച്ചുവിടുകയും അവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെതടക്കം വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്തായാലും ഈ വിമാനങ്ങളുടെ സുരക്ഷയൊക്കെ സംബന്ധിച്ച് സംശയങ്ങളുണ്ട്, സാങ്കേതിക വിദഗ്ധർ അത് ഉന്നയിക്കുന്നുണ്ട്. അതിന് തൃപ്തികരമായ ഒരു മറുപടി ഈ ഘട്ടത്തിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. താൻ ജീവനോടെ ഉണ്ട് എന്ന് ഇനിയും വിശ്വസിക്കാനാകുന്നില്ല. വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു യാത്രക്കാരൻ വിശ്വാസ് കുമാർ രമേശ് പറഞ്ഞു. ഇടറിയ വാക്കുകളോടെയായിരുന്നു അപകടത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത്. ചികിത്സയിലുള്ള വിശ്വാസ് കുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിലെത്തി കണ്ടു. അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ 11A നമ്പർ സീറ്റ് വിശ്വാസ് കുമാർ രമേശ് മറക്കാനിടയില്ല. സ്വന്തം കൺമുൻപിൽ എല്ലാം ചാരമായ നിമിഷം ജീവിതത്തിലേക്കുള്ള വാതിൽ അവിടെ നിന്നായിരുന്നു തുറന്നത്. റൺവേയിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഒരു നിമിഷം നിശ്ചലമായി. വിമാനത്തിൻ്റെ ക്യാബിനിൽ പച്ചയും വെള്ളയും ലൈറ്റുകൾ തെളിഞ്ഞു. സെക്കൻഡുകൾ കൊണ്ട് വിമാനം താഴേക്ക് പതിച്ചു. टेक ऑफ के बाद 1 मिनट के अंदर ही जब टेक ऑफ हुआ ना तो सडनली 5-10 सेकंड कैसे लगा जैसे स्टक हो गया हो. बाद में से मेरे को लगा कि कुछ हुआ. बाद में प्लेन में लाइट ऑन हो गई, ग्रीन और व्हाइट. बाद में वो पता नहीं वो प्लेन टेक ऑफ ज्यादा करने के लिए वो रेस तो बोलते हैं क्या रेस दिया होगा ऐसा कुछ, और सीधा स्पीड में ही घुस गया. കെട്ടിടത്തിൽ വിമാനം ഇടിച്ചിറങ്ങിയതോടെ തകർന്ന എക്സിറ്റ് ഗേറ്റിലൂടെ പുറത്തേക്ക് ചാടി. വിമാനത്തെ വിഴുങ്ങിയ തീയിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെടൽ. ഇടറിയ വാക്കുകളോടെയാണ് വിശ്വാസ് കുമാർ സാഹചര്യത്തെ വിശദീകരിച്ചത്. ജീവൻ എങ്ങനെ തിരിച്ചു കിട്ടിയെന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൺമുൻപിൽ എല്ലാം ചാരമാകുകയായിരുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ താൻ മാത്രം ജീവനോടെ ബാക്കി. और मेरे नजरों के सब सामने हुआ था. मेरे खुद को भी बिलीव नहीं होता कि मैं कैसे उसमें से जिंदा बाहर निकला. थोड़ा टाइम लिए कि तो मेरे को लगा था कि मैं भी मरने वाला हूँ, लेकिन जब मेरी आँख खुल के मैं देखा ना तो मुझे लगा मैं जिंदा हूँ. तो मैंने ट्राई किया, जब मेरी सीट थे वो मेरी बेल्ट निकाला, मैंने वो ट्राई किया जहाँ से निकल सकते वहाँ से मैं निकल गया. वहाँ से मेरे नजरों के सामने एयर हॉस्टल और दूसरे आंटी अंकल सभी उसमें मेस हो गए थे सभी. അഹമ്മദാബാദ് ആശുപത്രിയിൽ കഴിയുന്ന വിശ്വാസ് കുമാർ രമേശിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സന്ദർശിച്ചു. അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് വിശ്വാസ് കുമാറിന് കരകയറാൻ ആയിട്ടില്ല. ആർ അച്യുതൻ, 24, ഡൽഹി. സമാനതകളില്ലാത്ത വിമാന ദുരന്തത്തിന്റെ കാരണം അറിയാൻ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ അതിനിർണായകമാണ്. ബോയിങ് വിമാന കമ്പനിയിൽ നിന്ന് കൂടുതൽ വിശദീകരണം തേടും. അന്വേഷണത്തിൽ അമേരിക്ക, UK ഏജൻസികളും ഇന്ത്യയുമായി സഹകരിക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, ഈ ബോയിങ് കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും വിവരങ്ങൾ അവർ നൽകുന്നില്ല. തന്നെയുമല്ല, ഇതിൽ ഈ വിമാനങ്ങൾ, ഈ ശ്രേണിയിലുള്ള മുഴുവൻ വിമാനങ്ങളും തൽക്കാലത്തേക്ക്
താഴെ ഇറക്കി പരിശോധിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നേക്കുമെന്നൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണമില്ല. കടുത്ത നടപടികൾ, വളരെ സമഗ്രമായ അന്വേഷണം, അതിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ബോയിങ് വിമാനം, ഇത് 787 ഈ ശ്രേണിയിൽപ്പെട്ട ഈ വിമാനത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കാൻ എന്തായാലും തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വ്യോമയാന മന്ത്രാലയത്തിന്റെ വിദഗ്ധരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിലവിൽ കിട്ടുന്ന തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കുന്നുണ്ട്. എയർ ട്രാഫിക് കൺട്രോൾ സെന്ററിൽ നിന്ന് കിട്ടിയ തെളിവുകളെല്ലാം അവർ പ്രാഥമികമായി വിലയിരുത്തി കഴിഞ്ഞു. എന്തായാലും ഒരു വലിയൊരു അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രാരംഭഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് ബ്ലാക്ക് ബോക്സിന്റെ എല്ലാ ഉപകരണങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഉപകരണം മാത്രമാണ്, FDR മാത്രമാണ് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ മുൻവശത്ത് ഉള്ള, അതായത് കോക്പിറ്റിന്റെ ഭാഗത്തുള്ള റെക്കോർഡർ, CVR കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഇതുവരെയ്ക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൂടി കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് ഈ കോക്പിറ്റിനകത്ത് അവസാനമായി അവർ എന്താണ് സംസാരിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിദഗ്ധർക്ക് സാധിക്കുകയുള്ളൂ. അത് കിട്ടിയാൽ പോലും ശാസ്ത്രീയ പരിശോധനകളടക്കം നടത്തി ദിവസങ്ങൾ വേണ്ടിവരും ഒരു അന്തിമ ഒരു നിഗമനത്തിലേക്ക് എത്താൻ, എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് കണ്ടെത്താൻ. എന്തായാലും ബോയിങ്ങിന്റെ ഈ വിമാന കമ്പനിയുടെ വിദഗ്ധരടക്കം ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ ഏജൻസി അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ആൾക്കാരും എത്തുന്നുണ്ട്. അങ്ങനെ വിദഗ്ധരടങ്ങുന്ന സംഘം ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യയുടെ വിദഗ്ധ സംഘവുമായി ചേർന്നായിരിക്കും ഒരു അന്വേഷണം നടത്തുക. നിലവിൽ ഈ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ മേധാവി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഈ ബോയിങ്ങിന്റെ ഈ 787 ശ്രേണിയിൽപ്പെട്ട എല്ലാ വിമാനങ്ങളും താഴെ ഇറക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ അത് ആലോചിക്കുന്നില്ല. അത് വളരെ മുൻവിധിയോടെയുള്ള ഒരു തീരുമാനമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇന്ത്യയിൽ നേരിട്ടെത്തി ഇന്ത്യയുടെ വിദഗ്ധ സംഘവുമായി ചേർന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കൂ എന്നാണ്. നിലവിൽ അത്തരത്തിൽ ചില അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കണ്ടെത്താനുള്ള നടപടികൾ ഇപ്പോഴും അവിടെ നടക്കുകയാണ്. ഫോറൻസിക് സംഘത്തിന്റെ അടക്കം പരിശോധനകൾ നടക്കുകയാണ്. DGCയുടെ വിദഗ്ധരടങ്ങുന്ന സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ ഏവിയേഷൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ സംഘവും അവിടെ എത്തി അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും അമേരിക്കയിൽ നടക്കുമുള്ള വിദഗ്ധ സംഘങ്ങൾ കൂടി എത്തിയ ശേഷമായിരിക്കും ഈ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. എങ്ങനെയാകും മുൻപ് സമാനമായി നടന്ന വിമാന അപകടങ്ങൾ, അതിന്റെ കൂടിയൊക്കെ ഒരു റെക്കോർഡുകൾ, ഒരു ഹിസ്റ്ററി വച്ചുകൊണ്ടായിരിക്കും ഈ വിമാന അപകടത്തിന്റെ ഒരു സാധ്യതയും അവർ അന്വേഷിക്കുക. അങ്ങനെ പല മേഖലയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു അന്വേഷണം, അതായത് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താനാണ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പ്രാരംഭഘട്ടം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കണ്ണീര് തോരാത്ത പത്തനംതിട്ട പുല്ലാട്ടെ രഞ്ജിതയുടെ വീട്ടിലേക്കാണ്. അവിടെ ആ കുടുംബാംഗങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കാൻ മന്ത്രി വീണ ജോർജും ജനപ്രതിനിധികളും ഒക്കെ അവിടെ എത്തി. അവർ രഞ്ജിതയുടെ മക്കളെ ചേർത്ത് നിർത്തി വിതുമ്പി. ഹൃദയഭേദകമായ കാഴ്ചകൾക്കാണ് പത്തനംതിട്ട പുല്ലാട്ടെ രഞ്ജിതയുടെ വീട് സാക്ഷ്യം വഹിക്കുന്നത്. അമ്മ നഷ്ടപ്പെട്ടെന്ന യാഥാർത്ഥ്യം കുട്ടികൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല. ആശ്വസിപ്പിക്കാൻ എത്തുന്നവരോടൊക്കെ മക്കൾക്ക് ചോദിക്കാനുള്ളത് അമ്മ തിരികെ വരുമോ എന്നാണ്. മന്ത്രി വീണ ജോർജ് വീട് സന്ദർശിച്ചപ്പോഴും കുട്ടികൾ ഇതേ ചോദ്യം ആവർത്തിച്ചു. പിന്നാലെ അടക്കിപ്പിടിച്ച കണ്ണീർ പൊട്ടിയൊഴുകി. ആശ്വാസവാക്കുകൾ പോലും പറയാനാകാതെ മന്ത്രിയും കുട്ടികൾക്ക് മുന്നിൽ വിതുമ്പി. സർക്കാർ കുടുംബത്തിന്റെ കൂടെയുണ്ടാകുമെന്നും നിയമപരമായ കാര്യങ്ങൾ ചെയ്തു നൽകുമെന്നും മന്ത്രി വീണ ജോർജ്. ഏറ്റവും വേദനാകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപാര ദുഃഖമാണ്. കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും. ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വനിതാ ശിശുക്ഷേമ വകുപ്പും വരും ദിവസങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുക്കും. പത്തനംതിട്ട MP ആന്റോ ആന്റണി, KU ജനീഷ് കുമാർ MLA, യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബെസോലിയസ് ജോസഫ് ബാവ ഉൾപ്പെടെയുള്ളവരും രഞ്ജിതയുടെ ഭവനം സന്ദർശിച്ചു. കനത്ത മഴയ്ക്കിടയിലും നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് പുല്ലാട്ടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 24 പത്തനംതിട്ട.
വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയാതെയാണ് രഞ്ജിത ജി നായരുടെ വിയോഗം. ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങാനായിരുന്നു ആലോചനകളെല്ലാം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കൂടിയായിരുന്നു ഇന്നലെ രഞ്ജിത ആ വിമാനയാത്രയ്ക്ക് ഒരുങ്ങിയത്. അപ്രതീക്ഷിത വിമാനാപകടത്തിൽ രഞ്ജിത വിടവാങ്ങുമ്പോൾ അത് 2 മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന് തീരാ നോവാണ്. ആഗ്രഹങ്ങൾ പാതിവഴിയിലാക്കിയാണ് രഞ്ജിത ലോകത്തോട് വിട പറയുന്നത്. വീടുപണി തീർത്ത് എത്രയും വേഗം അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം നിൽക്കാൻ നാളുകൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലേക്കാണ് രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരം എത്തുക. അഞ്ച് വർഷം മുമ്പ് മസ്കറ്റിലേക്ക് പോയ രഞ്ജിത അധികം വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു. അതിനിടെ UK-യിൽ ജോലി കിട്ടിയപ്പോൾ മക്കളുമായി നാട്ടിലെത്തി. മൂത്ത മകൻ ഇന്ദുചൂടനെ പുല്ലാട് ശ്രീവിവേകാനന്ദ ഹൈസ്കൂളിലും ഇളയമകൾ ഇതികയെ ഇരവിപേരൂർ OEM സ്കൂളിലും ചേർത്ത് അമ്മ തുളസിക്കുട്ടിക്കൊപ്പം നിർത്തി വീണ്ടും വിദേശത്തേക്ക് മടങ്ങി. ഈ 3 ദിവസം വന്ന് വീടിൻ്റെ പാലുകാച്ചലിനെ കുറിച്ചും അല്ലെങ്കിൽ ഗൃഹപ്രവേശനത്തെക്കുറിച്ചും ഒക്കെ വലിയ സ്വപ്നത്തോടുകൂടി അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് ഓണത്തിന് ഗൃഹപ്രവേശത്തിന് മടങ്ങി വരാമെന്നുള്ള പ്രതീക്ഷയോടെ ആ സ്വപ്നം പൂവണിഞ്ഞ് കാണുവാൻ സാധിച്ചില്ല എന്നുള്ളത് രഞ്ജിതയുടെ ജീവിതത്തിലൊരു തീരാ നഷ്ടമാണ്. അപകട വാർത്ത അറിഞ്ഞെങ്കിലും 10ാം ക്ലാസ്സുകാരൻ ഇന്ദുചൂടനും 7ാം ക്ലാസ്സുകാരി ഇതികയും അമ്മയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോഴും. അപ്രതീക്ഷിത അപകടത്തിൽ രഞ്ജിത ഈ ലോകത്തോട് വിടവാങ്ങുമ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന വീടും ആ കുഞ്ഞുമക്കളും നൊമ്പരമായി ഇങ്ങനെ തുടരുകയാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. അഹമ്മദാബാദിലെ ദുരന്ത സ്ഥലത്ത് നിന്ന് ആ വിമാനത്തിന്റെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കണ്ടെത്തി എന്നതാണ്. ഗുജറാത്ത് ATS നടത്തിയ പരിശോധനയിലാണ് ഈ DVR കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും അഹമ്മദാബാദിൽ നിന്ന്. ശ്രീനാഥ്, ഇത് ഈ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അപകടം സംബന്ധിച്ച് എന്താണ് ഉണ്ടായത് എന്നത് അതിൻ്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് വിമാനത്തിൽ നിന്ന് തെറിച്ചു പോയിരുന്നു എന്നൊക്കെയായിരുന്നു നേരത്തെ കേട്ടിരുന്നത്. എന്തായാലും ആ സ്ഥലത്ത് തന്നെ ഇതുണ്ടായിരുന്നു അല്ലേ? വിജയകുമാർ, തീർച്ചയായും DVR എന്നത് ബ്ലാക്ക് ബോക്സ് പോലെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ബ്ലാക്ക് ബോക്സ് പോലെ നിർബന്ധമില്ല എല്ലാ വിമാനങ്ങളിലും DVRകൾ ഉണ്ടാകണം എന്നുള്ളത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട വിഷ്വൽ തെളിവുകളും മറ്റുമാണ് DVRൽ നിന്ന് ലഭിക്കുക. ആ സമയത്ത് ഉണ്ടായിരുന്ന കാഴ്ചകൾ, വിമാനത്തിനകത്ത് ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ്, ക്യാമറകളിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ DVRൽ ഉണ്ടാവുക. ബ്ലാക്ക് ബോക്സ് അതേസമയം ഈ കോക്പിറ്റിലെ ഓഡിയോ സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഒപ്പം തന്നെ വിമാനത്തിന്റെ സാങ്കേതികമായ വശങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഏതായാലും ഒരു DVR ഈ പരിസരത്ത് നിന്ന് മഹാരാഷ്ട്രയിലെ ATSന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് അതുമെടുത്ത് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തു. എവിടെ നിന്നാണ് ഈ DVR? ഇത് വിമാനത്തിന്റെ തന്നെയാണോ, ഇനിയല്ല അവിടെ പ്രവർത്തിച്ച മെസ്സിന്റേതാണോ എന്നടക്കമുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറയാൻ തയ്യാറായില്ല. ഫോറൻസിക് സംഘം ഉടനെ ഇങ്ങോട്ടേക്ക് എത്തും, അവർ ഈ DVR പരിശോധിക്കുകയും ചെയ്യും എന്നതാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ഏതായാലും വിമാനത്തിലെ DVR തന്നെ എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അത് അവസാന നിമിഷത്തെ ദൃശ്യങ്ങൾ, അതിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വ്യക്തത, ദൃശ്യങ്ങൾ സഹിതം നമുക്കൊരു വ്യക്തത ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് DVR വിമാനത്തിലേതാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടുന്ന നിർണായകമായ വിവരങ്ങൾ കൂടി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അപകടത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യും. വിജയകുമാർ. യെസ്, ഈ വിമാനത്തിലേത് എന്ന് സംശയിക്കുന്ന DVR ആണ് കണ്ടെത്തിയത്. അത് ആ ഉപകരണം തന്നെയാണോ എന്ന് ATSലെ ഉദ്യോഗസ്ഥന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. വളരെ വിശദമായ പരിശോധന ആവശ്യമുണ്ട്. എന്തായാലും അന്വേഷണത്തിൽ വളരെ നിർണായകമാണ് അതിലെ ഉള്ളടക്കം എന്നതിൽ തർക്കമില്ല. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത ജി നായരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ നടപടി. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ M പവിത്രനെയാണ് ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ BJPയും KSUവും പരാതിയുമായി രംഗത്തെത്തി.
അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവർക്കുള്ള അനുശോചന പോസ്റ്റിനു താഴെയാണ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രന്റെ മോശം പരാമർശം. അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയെ അപകീർത്തിപ്പെടുത്തും വിധമായിരുന്നു പവിത്രന്റെ കമന്റ്. കമന്റിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധമുയർന്നു. ഇതോടെയാണ് നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായത്. ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രൻ്റേത് ഹീനമായ പ്രവൃത്തിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. രാജ്യം മുഴുവൻ അപലപിക്കുന്ന, പ്രയാസപ്പെടുന്ന, വേദനിക്കുന്ന ഒരു ദുരന്തഘട്ടത്തിൽ അത്തരത്തിലുള്ള പരാമർശം ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അടിയന്തരമായ നടപടി ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ തുടർ നടപടികൾ നോക്കുന്നതാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും കർശനമായ നടപടിയെന്നും മന്ത്രി വീണ ജോർജ്. അത് മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യമല്ലേ? എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയുക? തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല. പവിത്രനെ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മുൻപ് കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരനെതിരെ മോശം പരാമർശം നടത്തിയതിന് പവിത്രനെ 6 മാസം സസ്പെൻഡ് ചെയ്തിരുന്നു. പവിത്രനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് BJP, KSU എന്നീ സംഘടനകളും ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. 24 കാസർഗോഡ്. അഹമ്മദാബാദിലേത് രാജ്യത്തെ നടുക്കിയ വലിയ ദുരന്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകടത്തിന്റെ കാരണം കണ്ടെത്തണം, തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത്യന്തം ദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയത്. എങ്ങനെ സംഭവിച്ചു എന്നത് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. മരണപ്പെട്ട എല്ലാവരുടെയും വേർപാട് അത്യന്തം വേദനാജനകമായിട്ടുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു സഹോദരിയും ഇതിൽ മരണപ്പെട്ടു. അതിലും അഗാധമായ ദുഃഖവും അനുശോചനവുമാണ് നാടാകെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ ബോയിങ് 787 വിമാനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചേക്കും. സുരക്ഷാ അവലോകനങ്ങളുടെ ഭാഗമായി വിമാനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഒരുപക്ഷെ 787 ശ്രേണിയിലുള്ള വിമാനങ്ങളുടെ സാങ്കേതിക പോരായ്മകൾ സംബന്ധിച്ച് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലായിരിക്കും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഈ തീരുമാനം. ഇത് നടപ്പാകുമോ ഉടൻ, അതോ പ്രാഥമിക പരിശോധനയൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കുമോ ഇതിലേക്ക് കടക്കുക? എന്താണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ? വിജയകുമാർ, ഈ അപകടവുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരങ്ങളിൽ ഒന്നാണിത്. അതായത് ഈ ബോയിങ്ങിന്റെ 787 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ പ്രവർത്തനം അത് താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള ഒരു തീരുമാനം, അത്തരമൊരു ആലോചന കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ്. കാരണം ഈ നിലവിലെ ഈ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള തകരാറുകൾ, സാങ്കേതിക തകരാറുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലും നേരിട്ടിരുന്നു എന്ന സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം ഈ വിമാനം 6 മാസം മുൻപ് ചില സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന തരത്തിലും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഒരു സുരക്ഷാ അവലോകനത്തിനായി കൂടിയാണ് ഈ വിമാനങ്ങൾ ഇപ്പോൾ നിലത്തിറക്കാൻ, അതായത് ഗ്രൗണ്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നതായുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയും US ഏജൻസികളും ഈ വിമാനവുമായി ബന്ധപ്പെട്ട ഏജൻസികളുമായുള്ള ചർച്ചകൾ ഇതിനോടകം ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതായത് നിലവിലെ ഈ വിമാനങ്ങൾ 787 ശ്രേണിയിൽപ്പെട്ട ബോയിങ് വിമാനങ്ങൾ അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് ഇതിലൊരു സുരക്ഷാ അവലോകനം, ഇതിൻ്റെ സുരക്ഷാ പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കും. അതിനുശേഷം ഇത് തുടർന്നും ഇതിൻ്റെ പ്രവർത്തനം അനുവദിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. സ്വാഭാവികമായി ഇത്തരം നടപടികളിൽ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ച് ആ സമിതിയായിരിക്കും ഈ സുരക്ഷാ അവലോകനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തുക. നേരത്തെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണ ഹെലികോപ്റ്ററുകൾ തകർന്നു വീഴുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഇത്തരത്തിൽ ആ ഹെലികോപ്റ്ററുകളെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം ഒരു സുരക്ഷാ അവലോകനം നടത്തിയതിനു ശേഷം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ ഹെലികോപ്റ്ററുകൾ വീണ്ടും പ്രവർത്തനത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതാണ് സാധാരണഗതിയിൽ വരുന്ന നടപടി. ഇവിടെയും അത്തരമൊരു നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഗ്രൗണ്ട് ചെയ്യേണ്ടി വന്നാൽ, ഈ ബോയിങ് 787 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നാൽ അടുത്ത ഘട്ടം എന്നുള്ളത് ഈ സുരക്ഷാ അവലോകനങ്ങൾ നടത്തും. അതിൽ വിമാനത്തിന് പ്രശ്നമില്ല എന്ന് കണ്ടെത്തിയാൽ മാത്രമായിരിക്കും തുടർന്നും ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തനം തുടരുക. വിജയകുമാർ.
ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് വ്യോമയാന മന്ത്രാലയം കടക്കുന്നു. സുരക്ഷാ അവലോകനങ്ങളുടെ ഭാഗമായി ഈ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനെ പറ്റി കേന്ദ്രം ഗൗരവത്തിൽ ആലോചന നടത്തുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും ആയിരിക്കും ലണ്ടൻ യാത്രയ്ക്ക് അവർ 242 പേരും വിമാനത്താവളത്തിനുള്ളിൽ തയ്യാറായിരുന്നത്. പക്ഷേ അതെല്ലാം തകർന്നത് നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. ഇപ്പോൾ 24 മണിക്കൂറാകുന്നു രാജ്യത്തെ പിടിച്ചുലച്ച ആ വലിയ ദുരന്തത്തിന്. അഹമ്മദാബാദ് സർദാർ വല്ലഭ്ഭായ് പട്ടേൽ വിമാനത്താവളത്തിന്റെ റൺവേ 23 നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 1:38 എയർ ഇന്ത്യയുടെ AI-171 ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനം പുറപ്പെട്ടു. യാത്ര പുറപ്പെടും മുൻപ് പൂർത്തിയാക്കേണ്ട പരിശോധനകൾ നടത്തി ടേക്ക് ഓഫ്. നിമിഷങ്ങൾക്കകം പൈലറ്റിന്റെ മെയ്ഡേ കോൾ. അടിയന്തര അപായ സൂചന നൽകുകയായിരുന്നു പൈലറ്റ്. 1 മണി 38 മിനിറ്റ് 55 സെക്കൻഡ്. 625 അടി ഉയരത്തിലെത്തിയ വിമാനം 174 നോട്ട്സ് വേഗം കൈവരിച്ചു. എന്നാൽ ഉയർന്നു പൊങ്ങാൻ കഴിയാതെ വിമാനം താഴേക്ക് പോകുന്നു. ഫ്ലൈറ്റ് റേഡാർ 24-ലെ വിവരങ്ങളിൽ നിന്ന് ഇത് വ്യക്തം. വിടർന്നിരിക്കുന്ന ലാൻഡിംഗ് ഗിയറുമായി താഴേക്ക് പറക്കുന്ന വിമാനം. സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം അപ്രത്യക്ഷമാകുന്നു. അല്പസമയത്തിനുള്ളിൽ വിമാനം ഒരു തീഗോളമായി മാറി. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. 2 മണിയോടെയാണ് നടുക്കുന്ന ദുരന്തം ലോകമറിഞ്ഞത്. പിന്നെ രക്ഷാപ്രവർത്തനം. 3 മണിയോടെ യാത്രക്കാരുടെ പട്ടിക പുറത്തുവന്നു. 4:40 വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് അഹമ്മദാബാദ് പോലീസിന്റെ പ്രതികരണം. 5 മണിയോടെയാണ് മലയാളി രഞ്ജിതയുടെ മരണം സ്ഥിരീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടായിരുന്നു രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ ഏകോപിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ദുരന്ത സ്ഥലത്തെത്തി. വൈകിട്ട് 7 മണിയോടെ പുറത്തുവന്ന മറ്റൊരു വാർത്ത ഈ മഹാദുരന്തത്തിൽ വിറങ്ങലിച്ച നാടിന് തെല്ലാശ്വാസം നൽകുന്നതായിരുന്നു. ദുരന്തത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന വിവരം. വിശ്വാസ് കുമാർ രമേശാണ് രക്ഷപ്പെട്ടത്. 7:30 ദുരന്തമേഖലയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സന്ദർശനം. രാത്രി 9:15 അപകടസ്ഥലത്ത് നിന്ന് നേരിട്ട് 24 വാർത്താ സംഘത്തിന്റെ റിപ്പോർട്ട്. ശ്രീനാഥ് ചന്ദ്രനും വരുൺ വടശ്ശേരിക്കരയുമാണ് സ്ഥലത്തെത്തിയത്. ഈ വിമാനത്തിലുള്ളവർ മാത്രമല്ല, ഈ ഹോസ്റ്റലുകളിൽ താമസിച്ചിരുന്ന MBBS വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നുള്ളത് അതിന്റെ ഒരു വ്യാപ്തി കൂട്ടുന്നുമുണ്ട്. രാത്രി 11:30 വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെത്തി. വെറും 33 സെക്കൻഡുകൾക്കുള്ളിലാണ് രാജ്യം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം സംഭവിച്ചത്. അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഡബിൾ എഞ്ചിൻ തകരാറ് വിമാനത്തിന് സംഭവിച്ചുവെന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി കടക്കുന്നു. താമരശ്ശേരി ഷിബിലി കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രതി യാസറിനെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകിയത്. 24 ബിഗ് ബ്രേക്കിംഗ് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? വിജയകുമാർ, നാടിനെ നടുക്കിയ ഒരു ലഹരി കൊലപാതകമായിരുന്നു ഈ ഷിബിലി കൊലപാതകം. സ്വന്തം ഭർത്താവ് ലഹരിക്കടിമയായി ഭാര്യയെ കൊലപ്പെടുത്തി. മാത്രവുമല്ല, അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് BNS-ലെ 103(1), അതായത് അത് കൊലക്കുറ്റമാണ്, പഴയ 302 കൊലക്കുറ്റം, അതായത് IPC-യിലെ 302 വകുപ്പ്. ഇതുകൂടാതെ തന്നെ BNS-ലെ 101(1)ഉം അതിൻ്റെ ഉപവകുപ്പ് 1ഉം, അതായത് വധശ്രമ കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നു. അത് ബാപ്പയെയും ഉമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ്. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SHO A സായൂജ് കുമാറാണ്. കുറ്റപത്രത്തിന് 600 പേജാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുറ്റപത്രത്തിൽ തെളിവുകൾ അനവധിയുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ കൊല നടത്തുന്നതിന് സാക്ഷികൾ അനവധിയുണ്ട് എന്നുള്ളതാണ്. അതിൽ സാക്ഷികളുടെ വിശദാംശത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സാക്ഷികളുടെ വിശദാംശത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഇതിൽ നേരിട്ടുള്ള കേസിലെ സാക്ഷികൾ 82 പേരാണ്. അതായത് നിരവധി ഘട്ടങ്ങളിൽ ഈ കൊലപാതകത്തിൻ്റെ സാക്ഷികളായി 82 പേരുണ്ട് എന്നുള്ളതാണ് ഡോക്യുമെൻ്റ് എവിഡൻസ്. ഈ കേസിൽ രേഖകളായി 76 എണ്ണമുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽ എവിഡൻസ്, മെറ്റീരിയൽ ഒബ്ജക്റ്റുകളായി ഈ കേസിൽ 36 എണ്ണമുണ്ട്. ഇത് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് മാർച്ച് മാസം 18-ാം തീയതിയാണ്. വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം നടക്കുന്നത്. വസ്ത്രം ഉൾപ്പെടെ കത്തിച്ചു കളയുന്ന രീതിയിലായിരുന്നു ഈ ഷിബിലിയുടെ കൊലപാതകം നടക്കുന്നത്. വളരെ ആസൂത്രിതമായി ലഹരിക്കടിമയായ ഭർത്താവ് യാസിർ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ വിശദമായി പോലീസ് പറയുന്നത്. വിജയകുമാർ. ദീപക്, അതിനു മുമ്പും അതിനുശേഷവും നടന്ന മറ്റു ചില കൊലപാതകങ്ങളിൽ യാസിറിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുകയും ഒക്കെ ചെയ്തത് പിന്നീട് വാർത്തയായതാണ്. അപ്പോൾ ഇതിലൊരു മട്ടിലൊരു ഗൂഢാലോചന ഈ ലഹരി സംഘങ്ങൾക്കിടെ നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം കുറ്റപത്രത്തിലുണ്ടോ? അത്തരം വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. കോടതിയിൽ സമർപ്പിച്ച് കോടതി അതിൻ്റെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആവുകയുള്ളൂ. പക്ഷേ എന്നാൽ ഈ കൊലപാതകം ആസൂത്രിതമാണ്, അതിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആസൂത്രിത സ്വഭാവത്തിൽ സ്വന്തം ഭാര്യയെ ലഹരിക്കടിമയായ യാസിർ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ കത്തി വാങ്ങിച്ചതുൾപ്പെടെ അതിൻ്റെ CCTV ദൃശ്യങ്ങൾ 24 ആയിരുന്നു എന്ന് പുറത്തുവിട്ടത്. 2 കത്തി കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ കത്തി കടയിൽ പോയി വാങ്ങിച്ചതുൾപ്പെടെയുള്ള മെറ്റീരിയൽ എവിഡൻസും അതുപോലെ ഡിജിറ്റൽ എവിഡൻസും ഈ കേസിൽ അന്വേഷണ സംഘം താമരശ്ശേരി DASP സുഷീറിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണം. അവിടുത്തെ IP SHO സായൂജ് കുമാറാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. ഈ കേസിനെ തുടക്കം മുതൽ നിരവധി വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഈ കേസിൻ്റെ തുടക്കത്തിലെ പരാതി പരിഗണിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ മറ്റൊരു അന്വേഷണമൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ കുറ്റപത്രം സമയബന്ധിതമായി ഇപ്പോൾ കോടതിയിൽ, അതായത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വിജയകുമാർ. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. പഞ്ചാബിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തി. സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്നായിരുന്നു അടിയന്തര ലാൻഡിംഗ് വേണ്ടി വന്നത്. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പത്താൻകോട്ടിലാണെന്ന് തോന്നുന്നു അടിയന്തര ലാൻഡിംഗ് നടന്നത്. ഇതിലുണ്ടായിരുന്നവരൊക്കെ സുരക്ഷിതരാണല്ലോ അല്ലേ? വിജയകുമാർ, ഈ പഞ്ചാബിലെ അതായത് പത്താൻകോട്ട് വ്യോമതാവളത്തിൽ നിന്ന് പുറപ്പെട്ട വ്യോമസേനയുടെ ഹെലികോപ്റ്ററാണ് ഈ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടത്. തുടർന്നാണ് ഈ ഹെലികോപ്റ്റർ നഗൽപൂർ എന്ന് പറയുന്ന മേഖലയിൽ ആ പ്രദേശത്ത് അടിയന്തരമായിട്ടുള്ള ഒരു ലാൻഡിംഗ് നടത്തുന്നത്. ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ഒരു വയലിലാണ് ഈ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം എന്നുള്ളത് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സുരക്ഷിതമായി തന്നെ ഈ വിമാനത്തിന് അവിടെ ഹെലികോപ്റ്ററിന് അടിയന്തര ലാൻഡിംഗ് നടത്താൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് ഈ അടിയന്തര ലാൻഡിംഗ് ഉണ്ടായത്. പത്താൻകോട്ട് വ്യോമതാവളത്തിൽ നിന്ന് പുറപ്പെട്ട ഹെലികോപ്റ്ററാണ് എന്നതും ഇതുമായി ബന്ധപ്പെട്ട സേന അറിയിക്കുന്നുണ്ട്. എന്തായാലും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മേഖലയിൽ ഇപ്പോൾ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. തുടർന്നുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. വിജയകുമാർ. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന വ്യോമസേനാംഗങ്ങൾ സുരക്ഷിതരാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അവരുടെ അത്തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെ യുദ്ധഭീതിയിലാക്കി ഇറാനിൽ ഇസ്രായേലിന്റെ ആക്രമണം. സൈനിക ആണവ കേന്ദ്രങ്ങളിലെ വ്യോമാക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ കഠിന ശിക്ഷ അനുഭവിക്കുമെന്നായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ മുന്നറിയിപ്പ്. ഇസ്രായേലിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം തുടങ്ങി എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനെ ലക്ഷ്യമിട്ട് പുറത്തെ ഇസ്രായേൽ വ്യോമാക്രമണം. ആണവ കേന്ദ്രം, സൈനിക ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ എന്നിവരെ ലക്ഷ്യമിട്ട് 12 ഇടങ്ങളിലാണ് 200ഓളം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം. ഇറാന്റെ അഭിമാനമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഹൊസൈൻ സലാമി, സായുധ സേനാ തലവൻ മേജർ ജനറൽ മുഹമ്മദ് ബഗേരി, സൈനിക തലസ്ഥാനത്തിന്റെ ചുമതലക്കാരൻ ഗുലാം അലി റാഷിദ് എന്നിവരാണ് കൊല്ലപ്പെട്ട പ്രധാന സൈനിക ഉദ്യോഗസ്ഥർ. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായിരുന്ന കാസിം സൊലൈമാനി കൊല്ലപ്പെട്ട ശേഷം ഇറാൻ നേരിട്ട വലിയ തിരിച്ചടിയാണിത്. റൈസിംഗ് ലയൺ എന്ന പേരിലായിരുന്നു ഇസ്രായേലിന്റെ ഓപ്പറേഷൻ. നടാൽസിലെ ആണവ കേന്ദ്രം ആക്രമണത്തിൽ തകർന്നെന്നാണ് റിപ്പോർട്ട്. നിലയത്തിൽ നിന്ന് ആണവ ചോർച്ചയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ആണവ ശാസ്ത്രജ്ഞൻ ഫരീദുൽ അബ്ബാസി, അമേരിക്കയുമായി ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന അലി ഷംഖാനി എന്നിവരും കൊല്ലപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ഉപദേശകനാണ് അലി ഷംഖാനി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഇറാന്റെ പ്രതികരണം. ഇസ്രായേലിന് കഠിന ശിക്ഷ നൽകുമെന്നാണ്
ആയത്തുള്ള ഖമേനിയുടെ മുന്നറിയിപ്പ്. ഇസ്രയേലിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ഇറാൻ അമേരിക്ക ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് പശ്ചിമേഷ്യയെ മുൾമുനയിലാക്കി യുദ്ധഭീതി. ആക്രമണത്തിൽ പങ്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇറാനെ സഹോദര രാജ്യമെന്ന് വിശേഷിപ്പിച്ച സൗദി അറേബ്യ ഇസ്രായേൽ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് കുറ്റപ്പെടുത്തി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഈ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. ഇറാന്റെ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ആക്രമണത്തിന് ഇസ്രയേൽ ഒരുക്കം നടത്തിയത്. കഴിഞ്ഞ മാസം റോമിൽ നടത്തിയ ചർച്ചയിൽ പരിഹാരമാകാത്തതിനെ തുടർന്ന് ഞായറാഴ്ച മസ്കറ്റിൽ ചർച്ച നിശ്ചയിച്ചിരുന്നു. 3 കേന്ദ്രങ്ങളിൽ ഇറാന് രഹസ്യാണവ പദ്ധതികളുണ്ടെന്നും 60% യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയെന്നുമുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ചർച്ചകൾ സജീവമായത്. ഇറാന്റെ ആണവ പദ്ധതികൾ തങ്ങൾക്ക് ഭീഷണിയാണെന്നും ആക്രമണം ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ അനുകൂലിച്ചിരുന്നില്ല. പാർലമെന്റ് പിരിച്ചുവിടണമെന്ന പ്രതിപക്ഷ പ്രമേയം ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ് ഇന്നലെ തള്ളിയതിനു പിന്നാലെയാണ് ആക്രമണമെന്നതും ശ്രദ്ധേയമാണ്. 120 അംഗ നെസറ്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 61 വോട്ട് നേടിയാണ് നെതന്യാഹു ഭരണം നിലനിർത്തിയത്. ഇപ്പോഴത്തെ ആക്രമണത്തിൽ പങ്കില്ലെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. സംഘർഷത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമേഷ്യൻ യുദ്ധഭീതിയിൽ കത്തിക്കയറി സ്വർണവും ഓയിലും. സ്വർണ്ണവില പവന് 1560 രൂപ കൂടി. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 74,360 രൂപയായി. രാജ്യാന്തര എണ്ണവില 9% വർദ്ധിച്ചു. ഓഹരി വിപണിയിലും കനത്ത വ്യാപാര തകർച്ചയുണ്ടായി. ഇറാൻ ഇസ്രയേൽ സംഘർഷം വഷളായതിനെ തുടർന്ന് രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില ഉയർന്നതിന് പിന്നാലെയാണ് സംസ്ഥാനത്തും സ്വർണ്ണവില കത്തിക്കയറിയത്. ഗ്രാമിന് 195 രൂപ വർദ്ധിച്ചു. പവന് 1560 രൂപ ഉയർന്ന് 74,360 രൂപയിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $102 ഉയർന്ന് $3,429 വരെ എത്തി. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതാണ് വിലയുയരാൻ കാരണം. രാജ്യാന്തര എണ്ണവില 9% വർദ്ധിച്ചത്. രാജ്യാന്തര വിപണിയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് എണ്ണവില ഉയർന്നത്. എണ്ണവില ഉയരുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വിലക്കയറ്റത്തിനും കാരണമായേക്കും. പശ്ചിമേഷ്യൻ സംഘർഷം ഓഹരി വിപണിയിലും ഇടിവുണ്ടാക്കി. വ്യാപാര തുടക്കത്തിൽ സെൻസെക്സ് 1100 പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റി 24,680 പോയിന്റിന് താഴെയെത്തി. ഓയിൽ, ഗ്യാസ് ഓഹരികളിലാണ് കനത്ത നഷ്ടം നേരിട്ടത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 86 പൈസയായും ഇടിഞ്ഞു. 24 കൊച്ചി. ഇസ്രായേൽ ലോകത്തെമ്മാടി രാജ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രായേൽ നടപടി ലോക സമാധാനത്തിന് ഭീഷണിയാണ്. ലോകരാജ്യങ്ങൾ ആക്രമണത്തെ അപലപിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇസ്രയേൽ പണ്ടേ ലോകത്തെമ്മാടിയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണത്. എന്തുമാകാം, അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത്. അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അത് നമ്മുടെ ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുക. അപ്പോൾ സമാധാനകാംക്ഷികളായ എല്ലാവരും ഇതിനെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണം എന്നതാണ് പൊതുവെ പറയാനുള്ളത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടിയുള്ളത്, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ജി നായരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ അയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന വിവരമുണ്ട്. വെള്ളരിക്കുണ്ട് പോലീസാണ് എ പവിത്രനെ താലൂക്ക് ഓഫീസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ ഹോസ്ദുർഗ് പോലീസിന് കൈമാറും. ഇയാളുടെ പശ്ചാത്തലമൊക്കെ അന്വേഷിക്കാൻ പോവുകയാണ്. ഇയാൾക്കെതിരെ കേസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഹോസ്ദുർഗ് പോലീസിന് പ്രതിയെ കൈമാറും. വെള്ളരിക്കുണ്ട് പോലീസ് അയാളെ താലൂക്ക് ഓഫീസിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു റവന്യൂ വകുപ്പ് നേരത്തെ. അതിന് തൊട്ടു പിന്നാലെയാണ് കൂടുതൽ നടപടിയിലേക്ക് ഇപ്പോൾ പോലീസും കടക്കുന്നത്. ഇയാൾക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു പോലീസിന്.
ഇന്ത്യയിലെ നമ്പർ 1 ഇലക്ട്രിക് വാഹന ഡീലർഷിപ്പ് ദാതാക്കളും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റഴിക്കുന്ന ശ്രീ ഗോകുലം മോട്ടോഴ്സിന്റെ ഇടപ്പള്ളി പത്തടിപ്പാലം ഷോറൂമിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും പുതിയ മോഡൽ അൾട്രോസ് കാർ ലോഞ്ച് ചെയ്തു. ലോഞ്ചിങ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സീമ കണ്ണൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അരുൺ, ശ്രീ ഗോകുലം മോട്ടോഴ്സ് സിഇഒ ഡാനിഷ് ജോൺ എന്നിവർ ചേർന്നാണ് നിർവഹിച്ചത്. ഇന്ത്യയിൽ ഈ വിഭാഗത്തിൽ ഡീസൽ എഞ്ചിനുള്ള വാഹനവും അൾട്രോസ് തന്നെയാണ്. പെട്രോളിലും CNGയിലും അത് ലഭ്യമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഏറെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്ന വാഹനമാണ് ടാറ്റയുടെ ഏറ്റവും ഈ പുതിയ ആൾട്രോസ്. ഈ വാഹനം ഇപ്പോൾ ഇന്ത്യൻ നിരത്തുകളിലോട്ട് വരുമ്പോൾ ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്ന എല്ലാ ഫ്യൂവൽ വേർഷൻസിലും വേരിയൻസിലും ഈ വണ്ടി കിട്ടുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഈ വെഹിക്കിൾ ഡീസൽ എഞ്ചിനുള്ള ഈ സെഗ്മെന്റിലെ ഒരൊറ്റ വാഹനം ഈ പുതിയ ടാറ്റയുടെ ആൾട്രോസ് ആണ്. 2 CNG വേരിയൻസിൽ ഈ വണ്ടി അവൈലബിൾ ആണ്. അതുപോലെ പെട്രോളിലും അവൈലബിൾ ആണ്. ട്രാൻസ്മിഷൻ ലെവലിലോട്ട് നോക്കുകയാണെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ, അതുപോലെ ഓട്ടോമാറ്റിക് AMG ട്രാൻസ്മിഷൻ ഉണ്ട്, DC ഉണ്ട്, ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്. ആ വേരിയൻസും നമുക്ക് അവൈലബിൾ ആണ്. ഒരു കസ്റ്റമർ ടാറ്റ മോട്ടോഴ്സ് പ്രിഫർ ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ അവരുടെ ഒരു കാരണം എന്ന് പറയുന്നത് അവരും അവരുടെ ഫാമിലിയും സേഫർ ആയിരിക്കും എന്നുള്ളതാണ് ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ടാറ്റ അൾട്രോസിന്റെ പ്രദർശനവും ടെസ്റ്റ് ഡ്രൈവും ശ്രീ ഗോകുലം മോട്ടോഴ്സിന്റെ പത്തടിപ്പാലം ഷോറൂമിൽ ലഭ്യമാണ്. AVA പ്രൊഡക്ഷൻസും അമ്മോയും ചേർന്ന് നിർമ്മിക്കുന്ന ഡോക്യുമെന്ററി ആയുർവേദയുടെ സ്ക്രീനിംഗ് ഡൽഹിയിൽ നടന്നു. കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ഗൺപത് റാവു ജാദവ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AV അനൂപ് നിർമ്മാതാവായ ഡോക്യുമെന്ററിയുടെ സംവിധാനം വിനോദ് മങ്കരയാണ്. ഡൽഹി ഫിലിംസ് ഡിവിഷൻ ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രദർശനം. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.